ഡിയർ സ്റ്റുഡൻസ്, ഈ ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കം ഇൻട്രസ്റ്റ് ആൻഡ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത് ഓൺ ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഓൺ ഡിബഞ്ചർ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ പർച്ചേസ് ചെയ്ത ശേഷം ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളൊരു കേസിൽ എക്സ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കം ഇൻട്രസ്റ്റ് കൊട്ടേഷനിൽ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ജേർണൽ എൻട്രീസ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക? ക്ലിയർ? ഓക്കെ. സോ എ ലിമിറ്റഡ് പർച്ചേസ് ഇറ്റ്സ് ഓൺ 12% ഡിബഞ്ചേഴ്സ് ഓഫ് rupees 30,000. ഓക്കെ, ഫേസ് വാല്യൂ തന്നിട്ടില്ല അല്ലേ, 30,000 രൂപ എന്ന് തന്നിടുന്നു. അപ്പോൾ വില തന്നിടുന്നു. ക്ലിയർ? വാല്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് ഗിവൺ 30,000 at ₹98 on 1/4/2020. ക്ലിയർ? 98 രൂപ എന്ന് ഇവിടെ തന്നിരിക്കുന്നുണ്ട്. വി ക്യാൻ അസ്യൂം ദാറ്റ് ദ ഫേസ് വാല്യൂ ഓഫ് ദ ഡിബഞ്ചർ ഈസ് 100. ക്ലിയർ? സോ ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് 100 on 1/4/2020. Okay, then interest is payable on 30th June. Okay, and 31st December every year. 30 ജൂണിലും 31st ഡിസംബറിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നതും 31st ഡിസംബറിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ക്ലിയർ? ജനുവരി ടു ഡിസംബറാണ് ഇവിടെ അക്കൗണ്ടിങ്. ഗിവ് എൻട്രീസ് in the books of A Limited if the quotation is come interest and number 2 X interest. ഓക്കെ, 98 രൂപ എന്ന് പറയുന്നത് കം ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്താണ് വരിക? 98 രൂപ എന്ന് പറയുന്നത് എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്താണ് വരിക? ക്ലിയർ? അതാണ് നമ്മൾ എഴുതേണ്ടത്. 31st ഡിസംബറിലാണ് അക്കൗണ്ട് ബുക്ക് ക്ലോസ് ചെയ്യുന്നത്. അത് താഴെ തന്നിട്ടുണ്ട്. ക്ലിയർ? ശരി, നമുക്കിനി ജേർണൽ എൻട്രിയിലേക്ക് വരാം. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനൊക്കെ ഒരു നോട്ടിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ, അല്ലേ, വർക്കിംഗ് നോട്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ ക്ലിയർ 100. ക്ലിയർ? ദെൻ എമൗണ്ട് ഓഫ് ഡിബഞ്ചർ പർച്ചേസ് 30,000. അല്ലേ, ഇപ്പം നമ്പർ ഓഫ് ഡിബഞ്ചർ പർച്ചേസ് എത്രയായിരിക്കും? 300 ഡിബഞ്ചർ ആയിരിക്കും. ക്ലിയർ? എങ്ങനെയാണ് കിട്ടുക? 30,000 ഡിവൈഡഡ് ബൈ 100. ക്ലിയർ? സോ ദാറ്റ് വിൽ ഗിവ് യു 300 ഡിബഞ്ചേഴ്സ്. ഓക്കെ, ഇതിന് നോട്ടായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ദെൻ അടുത്തെന്താ? പർച്ചേസ് പ്രൈസ് ഈക്വൽ ടു 98. ഡേറ്റ് ഓഫ് പർച്ചേസ് 1/4/2020. അക്കൗണ്ടിങ് ഇയർ ജനുവരി ടു ഡിസംബർ, അല്ലേ, ക്ലോസ് ചെയ്യുന്നത് 31st ഡിസംബർ ആണ്. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 30th ജൂൺ ആൻഡ് 31st ഡിസംബർ. ഓക്കെ, ഹാഫ് ഇയർലി ബേസിസിലാണ് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത്. ഇത്രയും നമ്മൾ ഇൻഫർമേഷൻ എഴുതി. ഇനി നമുക്ക് ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഒന്നാമത്തെ അല്ലേ, ആദ്യത്തെ കാൽക്കുലേഷൻ നമുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടി കം ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്ത് വില വരും, എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്ത് വില വരും, ഇതല്ലേ നമ്മൾ നോക്കേണ്ടത്, അല്ലേ? അപ്പോൾ ആദ്യത്തെ നമ്മൾ നോക്കുന്നത് എന്താ? കം ഇൻട്രസ്റ്റ്. സോ കം ഇൻട്രസ്റ്റിൻ്റെ കേസ് എടുക്കാം. ഇപ്പോൾ ജേർണൽ എൻട്രീസ് നമുക്ക് എഴുതാം. ക്ലിയർ? സോ ഫസ്റ്റ് വൺ കം ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ആണ്, അല്ലേ? ഇറ്റ്സ് ഓൺ ഡിബഞ്ചർ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. സോ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഇട്ട് 28,500. ഇതെങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബെറ്റർ, ക്ലിയർ, ദാറ്റ് കം ഇൻട്രസ്റ്റിൻ്റെ കൊട്ടേഷൻ ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? എൻട്രി ചെയ്ത് വയ്ക്കുക. ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ക്ലിയർ? ബാങ്കിലുള്ള പൈസ കൊടുത്തത് നമുക്കറിയാം. എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 300 ഡിബഞ്ചർ ഇൻറ്റു 98. ക്ലിയർ? അപ്പോൾ 300 ഇൻറ്റു 98 റുപ്പീസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 29,400 ഈസ് ദ വാല്യൂ. ബാങ്കിൽ കൊടുത്തു. ക്ലിയർ? ഇനി അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പർട്ടിക്കുലർ കോളത്തിൽ തന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലേ? എത്ര രൂപയുടെ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത്? 30,000 രൂപ നമുക്കറിയാം. ക്ലിയർ? 30,000 ഇൻറ്റു 12% പലിശ, 12/100, അല്ലേ? എത്ര പീരീഡ് ഉണ്ടെന്ന് നോക്കണം, അല്ലേ? അപ്പോൾ സാധാരണ ഇത് വാങ്ങിച്ചിരിക്കുന്നത് 1/4/2020 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ലാസ്റ്റ് ഇൻട്രസ്റ്റ് കൊടുത്തത് എപ്പോഴായിരിക്കും? മേ ബി 31st ഡിസംബറിന് കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ? 2019 ഡിസംബറിന് കൊടുത്തിട്ടുണ്ട്. ഇനി ജൂണിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 1/4/2020 മുതൽ, ക്ലിയർ, ഇപ്പോൾ വർക്കിംഗ് നോട്ടിൽ നമ്മൾ എഴുതുമ്പോൾ, അല്ലേ, എക്സ്പയർഡ് പീരീഡ്, ക്ലിയർ, എക്സ്പയർഡ് പീരീഡ് ഫോർ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഈക്വൽ ടു, അല്ലേ, ജനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച്. 1st ഏപ്രിൽ വാങ്ങിച്ചു. അപ്പോൾ എത്ര മാസമുണ്ട്? 3 മാസമുണ്ട്. അപ്പോൾ 3/12. ക്ലിയർ? അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 900 റുപ്പീസ് കിട്ടും. ക്ലിയർ? അപ്പോൾ 900 രൂപയാണ് എന്ത്
ഇവിടെ എക്സ്പയർഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് ക്ലിയർ, നമ്മൾ ക്രെഡിറ്റിലാകെ 29,400 ഉണ്ട്. ക്ലിയർ, ഡെബിറ്റിൽ വരുന്നത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വരുന്നത് 900 റുപ്പീസാണ്. അപ്പോൾ ഈ 29,400 രൂപയിൽ നിന്നും അല്ലേ 900 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 28,500 റുപ്യ കിട്ടും. ക്ലിയർ, ശരി. അപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വഴി. ക്ലിയർ, ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, നമുക്ക് വർക്കിംഗ് നോട്ടിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ക്ലിയർ, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞു അല്ലേ, 30,000 റുപ്പീസ് ഇൻറ്റു ക്ലിയർ 12/100 ഇൻറ്റു ക്ലിയർ 3/12 ആണ് അതിൻ്റെ പീരീഡ് നോക്കി അല്ലേ. അപ്പോൾ 900 റുപ്പീസ് കിട്ടും. ഈ 900 റുപ്പീസ് എത്ര ഡിബഞ്ചർ ഉണ്ടോ, നമുക്ക് 300 ഡിബഞ്ചർ ഉണ്ട് അല്ലേ. അപ്പോൾ 900 ഡിവൈഡഡ് ബൈ 300 ഡിബഞ്ചർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, ദാറ്റ് ഈസ് 3. ക്ലിയർ, സോ പെർ ഡിബഞ്ചർ എക്സ്പയർഡ് എത്രയാണ്, 3. ക്ലിയർ, അപ്പോൾ 3 പെർ ഡിബഞ്ചർ ആണ് എക്സ്പയർ അല്ലേ. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ 3 രൂപ ഇൻട്രസ്റ്റിന്റെ പോർഷൻ 3 രൂപയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ, അപ്പോൾ ആകെ കൊടുത്തിരിക്കുന്നത് 98 റുപ്പി. 98 റുപ്പിയിൽ 3 റുപ്പി എന്താ, ഇൻട്രസ്റ്റ് ആണ്. സോ ദിസ് ഈസ് 300 ഇൻറ്റു 3. ക്ലിയർ, ഓക്കെ. അപ്പോൾ 900 കിട്ടും. ഇവിടെ 98 ഇൻറ്റു 300 ആണ്. ക്ലിയർ, അങ്ങനെയാണെങ്കിൽ 98 മൈനസ് 3 എത്രയാണ്, ഇത് ഇൻക്ലൂഡിങ് അല്ലേ. അപ്പോൾ 98 നമ്മൾ 3 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്, സോ 300 ഇൻറ്റു അല്ലേ 95. 98 നിന്നും 3 രൂപ ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ 95 രൂപ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രൈസ് ആയിട്ട് വരുന്നത്. ക്ലിയർ, അപ്പോൾ കം ഇൻട്രസ്റ്റ് പ്രൈസ് എത്രയാണ് നമുക്ക് കിട്ടും. ക്ലിയർ, എക്സാക്ട് കോസ്റ്റ് എത്രയാണെന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 28,500. ക്ലിയർ, അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഏതാണോ ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാൽക്കുലേഷന് ഒരു മാർഗ്ഗമായിരിക്കും എളുപ്പം. അപ്പം നിങ്ങൾക്ക് എന്താണോ എളുപ്പമായിട്ട് തോന്നുന്നത്, ഒന്നുകിൽ വർക്കിംഗ് നോട്ടിൽ ഇതിനെ എഴുതി ചെയ്യുക, അതല്ലെങ്കിൽ പർട്ടിക്കുലർ കോളത്തിൽ തന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻ എഴുതി ചെയ്യുക. ക്ലിയർ, ഒന്നുകിൽ ക്രെഡിറ്റ് ആദ്യം എഴുതിയ ശേഷം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഡെബിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡിഫറൻസിനെ കോസ്റ്റ് ആയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, പെർ ഡിബഞ്ചർ ഇൻട്രസ്റ്റിൻ്റെ പോർഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം അതിനുശേഷം കോസ്റ്റിലേക്കുള്ള കാൽക്കുലേഷൻ ചെയ്യുക അല്ലേ. അതല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന രീതിയിൽ ഇവിടെ എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് കം ഇൻട്രസ്റ്റ് ടോട്ടൽ പെയ്ഡ് amount paid for purchase അല്ലേ 29,400, then less interest portion 900 rupees, അപ്പോൾ കോസ്റ്റ് കിട്ടും 28,500. ഇതിനെടുത്തിട്ട് അവിടെ എഴുതാം. ഇങ്ങനെ വർക്കിംഗ് നോട്ടിലോ അല്ലെങ്കിൽ പർട്ടിക്കുലർ കോളത്തിൽ തന്നെയോ എങ്ങനെയാണോ സൗകര്യം അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ, സോ ദിസ് ഈസ് അബൌട്ട് കം ഇൻട്രസ്റ്റ്. ഇനി ഇത് ഈ കം ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ഇവിടെ എത്ര കിട്ടിയിരുന്നു, നമുക്ക് 29,400 ആണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ, ശരി. ഇനി ഇത് റിഡീം ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് എന്താണ്, നൗ ദിസ് ഡിബഞ്ചർ ഈസ് ഓഫ് ഓൺ ഡിബഞ്ചർ അല്ലേ, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി വാങ്ങിച്ചാണ്. ഡിബഞ്ചർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ, ഇല്ല. ക്ലിയർ, പ്രോഫിറ്റ് വന്നിട്ടുണ്ടോ, ഉണ്ട്. ഈ പ്രോഫിറ്റ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടോ, ഇല്ല അല്ലേ. അതെപ്പോഴാണ് എഴുതുക, ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ മാത്രമേ പ്രോഫിറ്റിനെ നമ്മൾ കാണിക്കുള്ളൂ. ക്ലിയർ, ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ തൊട്ടടുത്ത ക്വസ്റ്റ്യനിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ക്ലിയർ, സോ ബേസ്ഡ് ഓൺ ദി അബോവ് ക്വസ്റ്റ്യൻ ക്ലിയർ നമ്മൾ ഇതിനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എന്തായിട്ടാണ് വരിക, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ, സോ വെൻ ഡിബഞ്ചേഴ്സ് ആർ ഗെറ്റ് ക്യാൻസൽഡ്, ക്ലിയർ, വാട്ട് ഇസ് എൻട്രി, ക്ലിയർ 12% ഡിബഞ്ചർ അക്കൗണ്ട് 30,000 റുപ്പീസ് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് അല്ലേ ക്രെഡിറ്റ് ചെയ്തു 28,500 റുപ്യ അല്ലേ ഉള്ളൂ. അപ്പോൾ അത് ക്രെഡിറ്റ് ചെയ്തു, ക്യാൻസൽ ചെയ്തു. അതിൻ്റെ ഡിഫറൻസ് എത്ര വരും, 1,500 രൂപ കിട്ടും. ഇതെങ്ങനെ 1,500 രൂപ, അല്ലെങ്കിൽ നമ്മൾ എമൗണ്ട് അല്ലെങ്കിൽ പെർ ഡിബഞ്ചർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്, അത് 300 ഡിബഞ്ചർ ക്യാൻസൽ ചെയ്തു 100 രൂപ വെച്ചിട്ട്. ക്ലിയർ, ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ കൊടുത്തത് എത്രയാണ്, 300 ഡിബഞ്ചർ ഉണ്ട് 95 റുപ്പീസ് വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബാക്കി എന്ത് ചെയ്യണം, അത് 300 ഇൻറ്റു 5 റുപ്പീസ് വെച്ചിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ, ഇപ്പം 100 രൂപ വിലയുള്ള ഒരു ഡിബഞ്ചറിനെ 95 രൂപയ്ക്ക് നമ്മൾ കോസ്റ്റിന് വാങ്ങിച്ചപ്പോൾ 5 രൂപ വെച്ച് നമുക്ക് ലാഭം കിട്ടി. ക്ലിയർ, 1,500 രൂപ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡിബഞ്ചർ റിഡംഷൻ്റെ ജേർണൽ എൻട്രി ചെയ്താൽ. ക്ലിയർ, അതുപോലെ തന്നെയാണ് ഇൻട്രസ്റ്റിൻ്റെ നമ്മൾ പീരിയോഡിക്കലി ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ എൻട്രി, അതുപോലെ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. ക്ലിയർ, പ്രോഫിറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ഓൺ റിഡംഷനെ ഡെബിറ്റ് ചെയ്ത് ക്യാപിറ്റൽ റിസർവിലേക്ക് ചെയ്യുന്നത് ഇതൊന്നും ഇവിടെ പറയുന്നില്ല. ക്ലിയർ, അതൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ എഴുതി നോക്കുക, നോട്ട്ബുക്കിൽ അതിൻ്റെ എൻട്രീസ് ഒക്കെ എഴുതി നോക്കുക. ക്ലിയർ, കംപ്ലീറ്റ് ജേർണൽ എൻട്രി എഴുതി നോക്കുക. ഓക്കെ, എന്തിൻ്റെയൊക്കെ ജേർണൽ എൻട്രി എഴുതും, ഇൻട്രസ്റ്റ് പീരിയോഡിക്കലി ഡ്യൂ ആവുന്നതിൻ്റെ എൻട്രി എഴുതുക. ക്ലിയർ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ എൻട്രി അല്ലേ. ഇപ്പോൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇട്ടിട്ട് ഇൻട്രസ്റ്റ് എഴുതിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ക്ലിയർ, അതുപോലെ തന്നെ
പിന്നെയോ പ്രോഫിറ്റ് വരുന്ന സമയത്ത് പ്രോഫിറ്റ് റിഡംഷൻ വരുമ്പോൾ അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അത്രയും ജേർണൽ എൻട്രീസ് ഒക്കെ നിങ്ങൾ എഴുതുക. ക്ലിയർ? റൈറ്റ്. നമുക്ക് നെക്സ്റ്റ് എക്സ് ഇൻട്രസ്റ്റിൻ്റെ നോക്കാം. സോ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്താ വരുന്നത്? അവിടെ നമുക്കറിയാം കൊടുത്തിരിക്കുന്ന 98 റുപ്പീസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ഒഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ 98 രൂപയ്ക്ക് വേണം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് എഴുതുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 300 ഡിബഞ്ചർ ഇൻറ്റു 98 ചെയ്യാം. ക്ലിയർ? അപ്പോൾ അത് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം. കാരണം എന്താ? ദിസ് ഈസ് എ പ്രൈസ് പെയ്ഡ്. ക്ലിയർ? അത് കോസ്റ്റ് മാത്രമാണ്. ക്ലിയർ? അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് വേറെ എഴുതാം. ക്ലിയർ? അപ്പോൾ ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ 29,400 ഡെബിറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? 30,000 ഇൻറ്റു അല്ലേ 12/100 ഇൻറ്റു ക്ലിയർ 3/12 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 900 അല്ലേ? അല്ലെങ്കിൽ ഇൻറ്റു 300 ഇൻറ്റു 3 അല്ലേ? 3 രൂപ വെച്ചിട്ടാണ് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ 900 രൂപ നമുക്ക്. ക്ലിയർ? ദെൻ ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ എത്ര രൂപ ക്രെഡിറ്റ് ചെയ്യണം? 30,300 ക്രെഡിറ്റ് ചെയ്യണം. എങ്ങനെ 30,300? ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട്. 29,400 കോസ്റ്റും പർച്ചേസ് പ്രൈസും 900 റുപ്പീസ് ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ്, എക്സ്പയർഡ് ഇൻട്രസ്റ്റ്. ക്ലിയർ? ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് 30,300 രൂപ ക്രെഡിറ്റ് ചെയ്യണം. കൊടുക്കാനുണ്ട്. ക്ലിയർ? കൊടുത്തു. ഓക്കെ. ഈ രീതിയിൽ വേണം എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആണെങ്കിൽ എഴുതാം. ക്ലിയർ? ഇനി ഈ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ്റെ റിഡംഷൻ അല്ലേ, അതിൻ്റെ ഡിബഞ്ചറിൻ്റെ ക്യാൻസലേഷൻ ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മൾ ജേർണൽ എൻട്രി എഴുതുക? സോ അവിടെ ജേർണൽ എൻട്രി എന്തായിരിക്കും വരിക? സോ എക്സ് ഇൻട്രസ്റ്റ് ആണ് 12% ഡിബഞ്ചർ അക്കൗണ്ട് അല്ലേ? അഗെയിൻ ഇവിടെ 300 ഇൻറ്റു ക്ലിയർ 100 ക്ലിയർ ദാറ്റ് ഈസ് ഇക്വൽ ടു 30,000 ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് അല്ലേ? 29,400. അപ്പോൾ 300 ഇൻറ്റു 98 ക്ലിയർ. ബാക്കി 600 രൂപ ദാറ്റ് ഈസ് 300 ഇൻറ്റു 2 രൂപ വെച്ചിട്ട്. ക്ലിയർ? അപ്പോൾ 100 രൂപയായിട്ടുള്ള ഡിബഞ്ചറിനെ 98 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ 2 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ്. 600 രൂപ. ക്ലിയർ? ഇങ്ങനെ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. Clear? So debenture account at 30,000, on debenture account 29,400, profit on cancellation of debenture, profit on redemption of debenture 600. Clear? So this is how journal entry is written. Clear? Okay. അതുപോലെ ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് എന്ത് ചെയ്യാം? വർക്കിംഗ് നോട്ടിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ചെയ്യാം, പർട്ടിക്കുലർ സ്കോത്തിൽ എമൗണ്ട് എഴുതിയിട്ടും ചെയ്യാം അല്ലേ? സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, വർക്കിംഗ് നോട്ട് എഴുതിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സോ എക്സ് ഇൻട്രസ്റ്റ് price paid for the debenture equal to, that is equal to 300 into 98. Clear? So that you will get 29,400 rupees. Okay. Then interest, add interest is calculated. 900 rupees നമുക്ക് calculate ചെയ്ത് കിട്ടുന്നത്. Total price 30,300. Clear? So this is the total amount payable to or paid to debenture holders. Okay. ഇങ്ങനെ വേണം ഇതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്തെടുക്കാം. ഓക്കെ. ഇതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകും. അപ്പോൾ അതെടുത്ത് നോക്കുക, അതുപോലെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ നേരിട്ട് വിളിക്കുകയോ ചെയ്ത് ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ.